നിസ്സഹായനാണെന്ന് അറിയാമോ? മാത്രമല്ല തനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവരും എവിടെ പോയി കിടക്കുകയാണ്? നിങ്ങളുടെ കളി തീരാറായിരിക്കുന്നു. മര്യാദയ്ക്ക് നിങ്ങളുടെ കൈ ഉയർത്തി ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. ഞാൻ മാഡ് മാക്സ് ആണ്, അല്ലാതെ മരമണ്ടൻ മാക്സ് അല്ല. നീ പറഞ്ഞത് അനുസരിക്കാൻ. നമ്പർ 1, വീറിനെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. കൊള്ളാൻ നമ്പർ 2. നമ്പർ 3, 4, 5, 6, 7 അറ്റാക്ക്. ഈ വീറിനെ ഡിസ്ട്രോയ് ചെയ്തേക്ക. ഇനി ഒരിക്കലും ഇവന്റെ ആവശ്യം എനിക്കില്ല. മാഡ് മാക്സ്, ഇനിയെങ്കിലും നിങ്ങൾ തോൽവി സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാഡ് മാക്സ് ഈസ് മാഡ്, വെരി വെരി മാഡ്. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല വീർ. ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല വീർ. നിങ്ങൾക്ക് എന്താണ് സാർ കഴിക്കാനും കുടിക്കാനും വേണ്ടത്? ചൈനീസ്, കോണ്ടിനെന്റൽ, ചായ, വട, എന്താണ് വേണ്ടത്? ഞാൻ സൽക്കരിക്കാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് ഇതല്ല. അവൻ വീറിനെ ആകാശത്തിൽ എടുത്തെറിഞ്ഞു. നീ അവന്റെ കഥ കഴിക്കേ. ഓ, അതായിരുന്നോ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇനിയും വേഗം വേഗം ആറ്റി കറക്ക്. മനസ്സിലായോ? അവനെ ഇടിക്കാനാ പറഞ്ഞു വിട്ടേ. കുറച്ചു നേരം ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ പോയി. ഇതേതാ പുതിയൊരു സൂപ്പർ ഹീറോ? അവൻ ഹീറോ ഒന്നുമല്ല, അവൻ നിന്നെ അടിമേടിക്കുന്ന കണ്ടില്ലേ? ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? റോബോ ബോയ് കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ എന്റെ കാറെങ്കിലും രക്ഷപ്പെട്ടേനെ. കാറിന്റെ നഷ്ടപരിഹാരം അവന്റെ അടുത്ത് തന്നെ വാങ്ങണം. അവൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത്. ആ, അതിലും കാര്യമില്ലേ? ഇവിടെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാ, എന്നിട്ട് എന്ത് പതുക്കെയാ വരുന്നത്? റോബോബോയ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നേ. നിങ്ങൾ റോബോബോയിനെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല.
അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ ആ റോബോട്ടിനോട് ഫൈറ്റ് ചെയ്യുന്നേ. ഇംലി ഓടിക്കോ, അത് നിന്റെ നേരെ ഇപ്പൊ വരുന്നേ. ചുൾബുൾ സ്പീഡിൽ ഓട്, വേഗം ഓട്, സിഗ്സാഗായി ഓട്. വീർ, ഞാൻ ഒരു കഴുതി അല്ലാതെ റേസിംഗ് കുതിരയൊന്നും അല്ല. എനിക്ക് ഇത്രയും സ്പീഡിലേക്ക് ഓടാൻ പറ്റൂ. ആ പക്ഷേ ഒന്ന് മതിയാക്ക് ജിണ്ടു, നീ എല്ലാവരെയും ഒരുപാട് കഷ്ടപ്പെടുത്തി. വേഗം നീ വലുതാവ്, വേഗം. അല്ല, ഇവനിത് എവിടെ പോയി? അവനെ പിടിക്കാൻ ഭയങ്കര പാടാ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ ഒരു ജിന്നിനെ പിടിക്കാൻ വേറൊരു ജിന്നിനെ പറ്റൂ. വെരി ഗുഡ് ഐഡിയ ഇംലി, ഞാൻ ഇപ്പൊ വരാം. ആരെങ്കിലും ഉണ്ടോ? ഹെൽപ്പ്, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ്, ഹലോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അകത്തു നിന്ന് ആരും വരുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ആരെങ്കിലും അകത്തേക്ക് പോണം. അപ്പ ഹെൽപ്പ് കിട്ടിയാലോ? നീ പറയുന്നത് ശരിയാണ്, ഞാൻ ഇപ്പോൾ വരാം. ഈ ജൂനിയർ വീർ അകത്തേക്ക് പോയി സഹായം ചോദിക്കും. ആരെങ്കിലും വരികയാണെങ്കിൽ ബാക്കി നീ അവരോട് സംസാരിക്കണം. നിന്റെ ശബ്ദം ഇവനിലൂടെ ആ ആളിലേക്ക് എത്തുകയും ചെയ്യും. എന്തു പറ്റി? നീ ആരാണ്? ഇവിടെ എങ്ങനെയാണ് എത്തിയത്? ജിൻഡു 1 വയസ്സുള്ള കുട്ടിയായി മാറി. അവനിപ്പോ വലുതാവുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നീ പൊയ്ക്കോ, ഞാൻ അവന്റെ മുത്തശ്ശനെ വിവരം അറിയിച്ചോളാം. ഇത് തിരിച്ചു വന്നല്ലോ. ഹലോ എവരിബഡി, ഞാൻ ജിണ്ടുവിന്റെ മുത്തശ്ശനാണ്. ജിണ്ടുവിന് എന്താണ് പറ്റിയത്? അവൻ എങ്ങോട്ടാണ് പോയത്? എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയൂ. ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഈ കഴിക്കുന്നത് കുടിക്കുന്നതൊക്കെ ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള അസുഖമാണ്. ഇതൊരു അസുഖമല്ല, ആഗ്രഹമാണ്. അയ്യോ, സോറി. കണ്ടില്ലേ, എന്ത് ഓമനത്തുള്ള കുട്ടിയാ. ഈ ചെറുപ്രായത്തില് കാറൊക്കെ ഓടിച്ചു നടക്കുന്നത് കണ്ടില്ലേ? കാർ ഓടിക്കുവല്ല, കാറ് പറത്തുകയാണ്. സർ, നിങ്ങൾ എന്തിനാണ് നിലവിളിച്ചത്? പണ്ടൊരിക്കൽ കുട്ടിക്കാലത്തും അവൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുമുണ്ട്. അന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? മുത്തശ്ശ പ്ലീസ്, ആദ്യം അവനെ ഒന്ന് തടയേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ കഥകളൊക്കെ പിന്നെ കേട്ടോളാം. ഓക്കെ, ജിണ്ടു അവിടെ നിൽക്ക്. ഇതെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി എനിക്ക് ഒരിക്കലും ജിണ്ടുവിന്റെ കുട്ടിക്കാലം കാണണ്ട. മുത്തശ്ശ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വീർ, നീ എന്റെ ഈ മാന്ത്രിക ബൈക്ക് എടുത്തോണ്ട് അവന്റെ പിന്നാലെ പോകൂ. ഇതൊരു വേഡ്സ് കമാൻഡ് മോട്ടോർ ബൈക്കാണ്. നമ്മൾ എങ്ങനെ കമാൻഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇത് പോകും. നമ്മൾ കൊടുത്ത ഒരു കമാൻഡ് ചേഞ്ച് ചെയ്യുന്നതുവരെ അതങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ കമാൻഡ് മാറ്റിയാലേ മാറുകയുള്ളൂ. ഇപ്പോഴെനിക്കെന്തെങ്കിലും കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കഴിക്കാനൊന്നില്ലല്ലോ. എനിക്കുള്ള സ്കൈ ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
വയറു നിറച്ച് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും. ഇതാ എന്റെ സ്കൈ ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇംലി, നിങ്ങൾ അപ്പൂപ്പനെയും കൂട്ടി വേഗം വരണേ. വേഗം പോ, ജിണ്ടുവിന്റെ കാറിന്റെ അടുത്തേക്ക് പോ. ജിണ്ടു ഒന്ന് നിക്ക് പ്ലീസ്. ജിണ്ടു ബുബു, ബുബു, ബുബു. Right. Jump. ഞാൻ കമാൻഡ് കൊടുത്തില്ലേ വണ്ടി മരത്തി കൂട്ടിയിടിക്കും.